അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിറകിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടായിരുന്നുവെന്ന് CBI കുറ്റപത്രം. കോച്ചിംഗ് സെന്റർ ഉടമകളും ഇടനിലക്കാരും ഉൾപ്പെടെ വൻ ശൃംഖല ലക്ഷങ്ങളുടെ ഇടപാടാണ് നടത്തിയത്. പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ്. സുരക്ഷാ വീഴ്ച മുതലെടുത്ത് വിദഗ്ധരിൽ ഒരാൾ നീറ്റ് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതി പുറത്തേക്ക് കടത്തി. മറ്റ് 2 പേർ ചോദ്യങ്ങൾ ഓർത്തുവെച്ച് കുറിപ്പുകളാക്കിയാണ് ചോർത്തിയത്. ഓരോ രക്ഷിതാവിനും 4 ലക്ഷം രൂപയ്ക്കാണ് ചോദ്യങ്ങൾ വിറ്റതെന്നും CBI പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ 4 പതിറ്റാണ്ടോളം ഉലച്ച ബൊഫേഴ്സ് തോക്ക് ഇടപാട് അഴിമതി കേസ് ഒടുവിൽ പുകയായി. കേസിന്റെ നിയമ നടപടികൾ സുപ്രീം കോടതി അവസാനിപ്പിച്ചു. ഹിന്ദുജ സഹോദരന്മാർക്കും സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളായ എബി ബോഫേഴ്സിനും എതിരെ നിലവിലുണ്ടായിരുന്ന എല്ലാ ക്രിമിനൽ നടപടികളും റദ്ദാക്കിയ 2005 ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട അവസാന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന രീതി നിർത്തലാക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പെൻഷൻ വിതരണ ചുമതല സഹകരണ സംഘങ്ങളിൽ നിന്ന് മാറ്റിയതും പെൻഷൻ വീട്ടിൽ എത്തിച്ചിരുന്ന രീതി നിർത്തുകയും ചെയ്ത സർക്കാർ നടപടി ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ബാധിക്കുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ബാലഗോപാൽ പറഞ്ഞു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അടൂർ MED സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ലൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആറന്മുള MLA അബിൻ വർക്കിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച റെപ്പലിംഗ് പരിശീലകനും ദുരന്തമുഖങ്ങളിലെ സജീവ രക്ഷാപ്രവർത്തകനുമായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ കൊണ്ടുപോയതിന് കണ്ണൂർ ADM പയ്യന്നൂർ തഹസിൽദാരോടും പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും വിശദീകരണം തേടി. ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് റെയിൽവേ കേരളത്തിലേക്കും തിരിച്ചും പ്രഖ്യാപിച്ചിരിക്കുന്നത് 112 സർവീസുകൾ. ചെന്നൈ, ബാംഗ്ലൂർ, മംഗളൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും തിരികെയുമാണ് ട്രെയിൻ സർവീസ്. കരവഴിയുള്ള കയറ്റിറക്കുമതി ഈ മാസം തുടങ്ങാനിരിക്കെ വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ആദ്യ ബുക്കിംഗ് അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്ക്. തൂത്തുക്കുടിയിലെ സ്ഥാപനമാണ് കരമാർഗം കണ്ടെയ്നർ എത്തിച്ച് കപ്പലിൽ കയറ്റി അയക്കാനുള്ള ബുക്കിംഗ് നടത്തിയത്. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് 2ഇടങ്ങളിലായി ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ. ഹൈവേ കൺട്രോൾ റൂമിലെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മന്ത്രി ജനീഷ് കുമാറും കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി കല്ലൽ വനമേഖലയിലെ കൃഷിഭൂമിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ അവിടെ പ്രവേശിക്കാനോ കൃഷി നടത്താനോ സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. അനധികൃതമായ പാറപൊട്ടിക്കലാണ് പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് കാരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല നെയ്യ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമെന്ന് വിജിലൻസ് കണ്ടെത്തി.
ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ പിടികൂടാനാകാതെ പോലീസ്. ഒളിവിലിരുന്നും പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിന് പുതിയ കേസെടുത്തതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് അർജുൻ ആയങ്കി. ഇയാളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നാണ് പോലീസിന്റെ സംശയം. ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടായ മലങ്കര ഡാമിന്റെ സംഭരണ ശേഷിയുടെ പകുതിയോളം മണ്ണും ചെളിയും നിറഞ്ഞതായി കണ്ടെത്തി. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠനം നടത്തിയത്. പൊയ്ത്തുംകടവിലെ 20-കാരിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് ആസിഫിനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. കഴിഞ്ഞ 28-നാണ് ഫാത്തിമത്ത് റിസ ജീവനൊടുക്കിയത്. ആസിഫ് ദുബായിലേക്ക് കടന്നതായാണ് സംശയം. പുതുക്കാട് ലോറിയിടിച്ച് പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി റിജാസ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് കുടുംബം. അപകടത്തിന് 15 മിനിറ്റ് മുൻപ് ലോറി ഡ്രൈവറും റിജാസും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നുവെന്നും തെളിവായി വീഡിയോ ഉണ്ടെന്നും കുടുംബം പറയുന്നു. മലപ്പുറം മഞ്ചേരിയിൽ വീടിനകത്ത് കാട്ടുപന്നി ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്ന പിഞ്ചുകുഞ്ഞ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മഞ്ചേരി തടത്തിപ്പറമ്പ് സ്വദേശി കള്ളാടിത്തൊടി അലവിയുടെ വീട്ടിലാണ് സംഭവം. അലവിയുടെ മകൻ ഫവാസിന്റെ 2.5 വയസ്സുകാരിയായ മകൾ കട്ടിലിൽ കളിച്ചുകൊണ്ടിരിക്കെ ഈ മുറിയിലേക്കാണ് കാട്ടുപന്നി ഓടിക്കയറിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ തുറക്കും. തമിഴ്നാട് കമ്പത്തെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുമെന്നാണ് മുന്നറിയിപ്പ്. 14,707 ഏക്കർ സ്ഥലത്തെ 1-ാം നെൽകൃഷിക്കാണ് ജലം ലഭ്യമാക്കുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഉത്തർപ്രദേശിൽ ഈയിടെ ഉദ്ഘാടനം കഴിഞ്ഞ ലക്നൌ കാൺപൂർ എക്സ്പ്രസ് വേ മഴയിൽ തകർന്നു. 4,200 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡാണ് തകർന്നത്. അറ്റകുറ്റപ്പണിക്കിടെ മഴയുടെ നനവ് വൈദ്യുത ഫാനുകൾ ഉപയോഗിച്ച് ഉണക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. കേന്ദ്ര സർക്കാർ വീണ്ടും കൊണ്ടുവരുന്ന മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കുമെന്ന് DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വിട്ടെങ്കിലും മണ്ഡല പുനർനിർണയ നീക്കത്തെ ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാവേരി നദീജലത്തെ ചൊല്ലി കർണാടക മുഖ്യമന്ത്രി വിജയും പ്രതിപക്ഷ നേതാവ് ഉദയനിധിയും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഉദയനിധിയുടെ ആവശ്യം വിജയ് തള്ളിക്കളഞ്ഞു. കർണാടകയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും വിജയ് വ്യക്തമാക്കി. പരമ്പരാഗതമായ വിവാഹ സങ്കല്പത്തിലും നിയമങ്ങളിലും ഇപ്പോൾ മാറ്റം വരുത്തരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. സ്വവർഗാനുരാഗികളുടെ വിഭാഗത്തിലുള്ളവരും സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ ഉൾക്കൊള്ളുന്നതാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്നും തുല്യാവകാശങ്ങൾ നൽകണമെന്നും മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ. ആസാമിലെ പ്രളയത്തിൽ മരണസംഖ്യ 97ആയി. ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രളയത്തെ തുടർന്ന് കേദാർനാഥ് യാത്ര തടസ്സപ്പെട്ടു. ഡൽഹിയിൽ ഇന്നും റെഡ് അലർട്ട്. ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള വെനസ്വേലയിൽ എണ്ണപ്പാടങ്ങളുടെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തേക്കും. ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനിയായ ONGC ഏറ്റെടുക്കാനാണ് നീക്കം. ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ ലത്തീഫ് ഭട്ടിനായി ജമ്മു കാശ്മീരിൽ തെരച്ചിൽ ഊർജിതം. ലത്തീഫ് ഭട്ടിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് 15 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ഫിഫ ടൂർണമെന്റുകളുടെ വാണിജ്യാവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദ പദ്ധതി പിൻവലിച്ചതിന് പിന്നാലെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.